അപ്പോൾ മുത്തും പവിഴം എന്നുള്ള അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ ONV സാറിൻ്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ഗാനങ്ങളിലും പാടുക അല്ലെങ്കിൽ പാട്ട് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഇന്ന് നമ്മൾ പറയുന്ന ചിത്രം പഞ്ചാഗ്നി, മലയാളത്തിലെ എവർഗ്രീൻ സിനിമയാണ്. ഹരിഹരൻ സാർ, MT സാറിൻ്റെ കൂട്ടുകെട്ടിൽ പറന്ന അതിമനോഹരമായ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു ശില്പം, കാവ്യ ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതാണ് പഞ്ചാഗ്നി. ഗംഭീരമായ അഭിനയം എല്ലാവരും കാഴ്ചവെച്ച സിനിമയാണ്. അതിലെ ഗാനങ്ങളുടെ ശില്പി ONV സാറും രവി ബോംബെ സാറുമാണ്. അതിൽ അതിമനോഹരമായി യേശുദാസ് സാറ് പാടിയൊരു പാട്ടുണ്ട്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ സാമ സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ. പല്ലവിയിൽ തന്നെ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ എന്നാണ്. പല്ലവിയിൽ തന്നെ അദ്ദേഹം സ്ഥിരം ചെയ്യുന്നത് പോലെ ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അനുപല്ലവിയിൽ കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. തെന്നൽ മതിച്ചു പാടുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ആ വാക്ക്. അപ്പോൾ അതിമനോഹരമായ ഈ ഗാനത്തിൽ 2 തവണ ഈ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ ചിത്രചേച്ചി പാടിയ അതിമനോഹരമായ ഒരു ഗാനമുണ്ട്. അത് ആ രാത്രി മാഞ്ഞു പോയി ആ രക്തശോഭമാ. പാടാൻ മറന്നുപോയ പാട്ടുകളെല്ലാം പാടത്ത് ആരോ മധുരമായി പാടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അടിക്കടിക്ക് ആ വാക്കങ്ങനെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഘടന സീരീസ് പോലെ വരികയാണ്. അപ്പോൾ ഈ ചിത്രത്തിലെയും 2 ഗാനങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഈ പാട്ട് അല്ലെങ്കിൽ പാടുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിർത്തുന്നു. നമ്മൾ ആ ഗാന നിർച്ചരിയിലൂടെ ഇങ്ങനെ യാത്ര തുഴഞ്ഞു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രത്നങ്ങളും കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്നാൽ ഭൂരിഭാഗം ഗാനങ്ങളിലൂടെയും ആ യാത്ര തുടരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം.